ഹായ്, ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാഹുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി മോഡലുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാടായി കുറെ വീഡിയോസും ചെയ്യാത്തത്, വളരെ കുറച്ച് വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു മടിയാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ കേരളവും ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മഹാദുരന്തം വയനാട്ടിൽ നടന്നത്, അതിന്റെ ഏറ്റവും വലിയ രക്ഷയായ ഒരു സാധനമായിരുന്നു ബെയിലി പാലം. അത് നമ്മുടെ ഇന്ത്യൻ ആർമി, നമ്മളെ പ്രൗഡായിട്ടുള്ള ഇന്ത്യൻ ആർമി 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് രക്ഷാപ്രവർത്തനം അടിപൊളിയാക്കി തീർത്ത ഒരു സംഭവമായിരുന്നു ബെയിലി പാലം. അതായത് ആ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സ്പീഡും കൂടാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഈ പാലം തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു പാലത്തിന്റെ ഒരു മിനിയേച്ചറാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ഇത് എല്ലാം ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ ഈ റാലി പോലെയാക്കി ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇതെല്ലാം അടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ബീമുകൾ ആദ്യം ഞാൻ എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചാനൽ പോലെ എല്ലാം കൊടുത്ത് സെറ്റാക്കി എടുക്കാം. ഇത് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. അപ്പോൾ ഈ സാധനം ആദ്യം ആക്കി തീർക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രോസ് ബീം പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഫോം ഷീറ്റിലാണ്. ഇതിനൊരു ലോക്ക് പോലെ കൊടുത്തിട്ട് ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ആക്കി എടുത്താണ്. ഇതിലേക്ക് നമുക്കത് ക്രോസ് ബീം പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 5 ബീമുകളാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ 5 ബീമുകൾ നമുക്ക് ഈ ഇതിൻ്റെ പാലത്തിൻ്റെ പലകകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് ബീമുകളാണ്. ഇതിനൊക്കെ ഒറിജിനൽ ബെയിലി പാലത്തിലായി ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളിതിന് നട്ടും ബോൾട്ടൊന്നും കൊടുത്തില്ല. നമുക്ക് അഴിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടി നമുക്ക് പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ഓരോ നമ്പർ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമുക്കിത് അഴിച്ച് കൊണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രോസ് ബീമുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീതി ഇപ്പോൾ കറക്റ്റായി ഇവിടെ നിന്നു ലോക്കായി. ഇനി ഇതിൻ്റെ ഫ്ലോറാണ്. ഈ ശരിക്കും ഓരോ പീസായിട്ട് ഒരു പലക പോലെയാണ് ഒറിജിനൽ അവർ ഇടുന്നത്. പക്ഷെ ഞാനിത് മിനിയേച്ചറും ഇത് ഇങ്ങനെ സൂക്ഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഒറ്റ പീസായിട്ടാണ് ആക്കിയെടുത്തത്. ഞാൻ അതിനെന്ത് ചെയ്തു, ഒരു സ്ലൈഡിങ് പോലെ ഇതിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ലോക്കാവും. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് എല്ലാ ലോക്കുകളിലേക്കൂടെ ഈ സൈഡിൽ ചെറിയൊരു ബീമും ലോക്കും വെച്ച്, അപ്പോൾ ലോക്കിലേക്കൂടെ സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഇത് ഇളകുന്ന പ്രശ്നം വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഫുള്ളായിട്ടായി. പിന്നെ 2 സൈഡിലേക്കുള്ള ആ റോഡിലേക്ക് വേണ്ട ഒരു സ്ലോപ്പും. ഇതിൻ്റെ ആ മണ്ണിൻ്റെ ഒരു എഫക്റ്റിനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഫോം ഷീറ്റിൽ തന്നെ നമ്മുടെ കല്ലെല്ലാം വെച്ച് ഒറിജിനൽ കല്ലെല്ലാം വെച്ച് ആക്കിയെടുത്താണ് ഒന്ന് സ്ലോപ്പിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതും ഫോം ഷീറ്റ് തന്നെയാണ് ചെയ്തെടുത്തത്. കല്ല് മാത്രം ഒറിജിനൽ കല്ലാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് ഒരു കാർ ഇങ്ങനെ ഓടിച്ചു നോക്കാം. സുഖമായിട്ട് നല്ല വെയിറ്റും താങ്ങും. ഇപ്പോൾ പ്രഷർ കൊടുക്കുന്നുണ്ട്, നല്ല വെയിറ്റും താങ്ങും. സുഖമായിട്ട് വാഹനം ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിന്നും കൂടുതൽ നല്ല അടിപൊളിയാക്കാം. താഴെ വെള്ളത്തിൻ്റെ സെറ്റിങ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി നമുക്കൊരു ബെയിലിപ്പാലത്തിൻ്റെ മിനിയേച്ചർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിലൂടെ വലിയ കമൻറ്റുകളും എല്ലാം ഞാൻ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകൾ അയക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ, ഷെയർ ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ, ബൈ.